അതെ, ഓണമൊക്കെയാണ് വരുന്നത്. ഈ ഫുഡ് മാത്രം അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇടയ്ക്ക് നമ്മൾ ഫാമിലിക്കായിട്ടൊരു പടത്തിനൊക്കെ പോയി ചില്ല് ചെയ്യണ്ടേ? ഞാനത് പറയാൻ കാരണമേ, കഴിഞ്ഞ കൊല്ലം ARM, കിഷ്കിന്ധകാണ്ഡം ഈ 2 സിനിമകളാണ് പ്രധാനമായിട്ടും വൻ ഹിറ്റായിട്ട് മാറിയത്. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട സിനിമകളാണ്. ഈ വർഷം കോമ്പറ്റീഷൻ കുറച്ചുകൂടി ടൈറ്റാണ്. കാരണം മലയാളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല സിനിമകളുണ്ട്, തമിഴിൽ നിന്ന് സിനിമകളുണ്ട്, ഹിന്ദിയിൽ നിന്നുണ്ട്, ഇംഗ്ലീഷിൽ നിന്ന് വരെ പടങ്ങളുണ്ട്. ഇറങ്ങാൻ പോകുന്ന മലയാളത്തിലെ മിക്ക സിനിമകൾക്കും ഒരു 99% പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ട്രെയിലറൊക്കെ ട്രെയിലറാണ്. അതിൽ ഒന്നാമത് പറയുകയാണെങ്കിൽ ലോകയുടെ ട്രെയിലർ ഒരു രക്ഷയില്ല. ഡൊമിനിക് എരോണാണ് ഇതിൻ്റെ ഡയറക്ടർ. അത് നിങ്ങൾക്ക് പുള്ളിയെ പരിചയമില്ലെങ്കിൽ പുള്ളി മുമ്പത്തെ പടം എന്ന് പറയുന്നത് തരംഗം എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ടൊവിനോ, ഉണ്ണിമുദ്രൊക്കെ അഭിനയിച്ച സിനിമ. നൈസ് പടം, നല്ലൊരു മൂഡിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ പടം. അതിൽ ഒരു പാട്ട് ഞാൻ റിപ്പീറ്റായിട്ട് കേൾക്കാറുണ്ട്, മിന്നുന്നുണ്ടേ മുല്ല പോലെ. നിങ്ങൾ ചിലപ്പം കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പടം എടുത്ത ആൾ ഈ ഒരു സിനിമ എടുത്തെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും. കാരണം അമ്മാതിരി മേക്കിംഗ് ആണ് ട്രെയിലറൊക്കെ. ചില ആംബിയൻ സെറ്റിംഗ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു സ്ട്രേഞ്ചർ തിങ്സ് വൈബ് അടിക്കും. അങ്ങനത്തെ ഞാൻ പറയുന്നത് ആ ഒരു ലെവലിൽ നല്ല ഞാൻ പറയുന്നത്. കാരണം കല്യാണി തന്നെ പറയുന്നുണ്ട് ഒരു എക്സ്മാൻ ഒന്നും പ്രതീക്ഷിച്ച് വരണ്ട, ഇത് മലയാളത്തിലെ ആദ്യത്തെ ഫീമെയിൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം ഗംഭീര മേക്കിംഗ് ആണ്. ഇനിയിപ്പോൾ കല്യാണിൻ്റെ ആക്ഷൻ സീക്വൻസിനെ പറ്റിയിട്ടും പലപ്പോഴും അവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്ത ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്ത ആക്ഷൻ സീക്വൻസ് പടത്തിലുണ്ട്. കല്യാണിനെ കൂടാതെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്റ്റാർ കാസ്റ്റാണ് വരുന്നത്. നസ്ലൻ, പിന്നെ ചന്തു സലീംകുമാർ, അരുൺ കുര്യൻ, അങ്ങനെ അത്യാവശ്യം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർ കാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ദുൽഖറിനെ വേഫർ ഫിലിംസ് ആണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഹൈപ്പ് കൂടി നിൽക്കുകയാണ്. പട്ടം പോസിറ്റീവ് ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ഉണ്ടാവും. ഇനി അടുത്ത സിനിമ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം. ഇത് വൻ ഹൈപ്പ് എന്ന് പറയാനുള്ളൊരു കാരണം ലാലേട്ടൻ ജസ്റ്റ് ഒരു വന്നു നിന്നൊരു സാധാ പടത്തിൽ അഭിനയിച്ചാൽ പോലും ഓട്ടോമാറ്റിക്കലി അതിനൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ അടുത്ത് സംഗീത് പറഞ്ഞായിരുന്നു ലാലേട്ടൻ്റെ പടമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവൻ ഇപ്പോൾ എല്ലാ സിനിമകളും കോളേജ് പ്രൊമോസൊക്കെ ചെയ്യാറുണ്ട്, അതിനൊന്നും ആവശ്യമില്ല. ലാലേട്ടൻ്റെ പടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കോളും. ലാലേട്ടൻ്റെ ഒരു സാധാ പടമാണെങ്കിൽ പോലും ഹൈപ്പ് എന്ന് പറയുന്ന പ്രധാന കാരണം, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ബുക്ക് മൈ ഷോ എടുത്ത് നോക്കി, അതിനകത്ത് ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ മിക്ക മെയിൻ സെൻറ്റേഴ്സിലും പടത്തിൻ്റെ ബുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇതൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടമൊന്നും അല്ലെങ്കിലും ഈ പടത്തിൻ്റെ ഒരു ഹൈപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് ഒന്ന് ലെജൻഡറി ആയിട്ടുള്ള സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോ. അറിയാലോ അവരെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും കാണാനുള്ള ഓഡിയൻസിൻ്റെ ഒരു ആകാംക്ഷ. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കോംബോ ഫാക്ടറാണ്. രണ്ടാമത്തത് സംഗീത് പ്രതാപും ലാലേട്ടനും തമ്മിലൊരു ഒരു കോമ്പിനേഷൻ. കാരണം ഓൾറെഡി സംഗീത് നസ്ലിനുമായിട്ടൊരു കോമ്പിനേഷൻ നടത്തി, അത് ഗംഭീരമായിട്ട് വിജയിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ കൂട്ടത്തിൽ സംഗീതനെ പോലെ ഒരാൾ വരുമ്പം എങ്ങനെ ഉണ്ടാവും? മിക്കവാറും കോമഡി ആയിരിക്കും അവർ തമ്മിലുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പോൾ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തു, അതിൻ്റെ അകത്തും അങ്ങനെയുള്ള ചില കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ വലിയൊരു സംഭവം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ 28-ാം തീയതി പടം ഇറങ്ങും. എങ്ങാനും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അറിയാലോ ലാലേട്ടൻ്റെ പടമാണ്, നമ്മുടെ നേരൊക്കെ തൂക്കിയ പോലെ ബോക്സ് ഓഫീസ് അടുത്തിട്ട് തൂക്കും. അടുത്ത നമ്മുടെ ഫഫ ലീഡായിട്ട് വരുന്ന ഓടും കുതിര ചാടും കുതിര. ഇതിലും ലീഡ് ആക്ട്രസ്സായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ കല്യാണിയാണ്. അപ്പോൾ മനസ്സിലായാലോ 2 സിനിമകളാണ് കല്യാണിയുടെ. ഞണ്ടുകൾ നാട്ടിൽ ഇടവേളയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള അൽത്താഫാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ചാർലി റെഫറൻസ് ഒക്കെ ഉണ്ട്. ചാർലിക്കകത്ത് കാണിക്കുന്ന പോലെ കുതിരേനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു കുതിരേനെ സ്വപ്നം കണ്ടെണീക്കുന്ന സംഭവമൊക്കെ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ട്രെയിലർ കാണുമ്പോഴും എന്താണെന്ന് പറയാത്ത രീതിയിലുള്ള അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ചില ട്രെയിലർ നമുക്ക് കാണുമ്പോൾ നമ്മളിങ്ങനെ കണ്ടിരിക്കും, പക്ഷേ എന്താണ് കാര്യം നമുക്ക് മനസ്സിലാവുകയില്ല. അതായത് കഥ മൊത്തം പറയാതെ ചില സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മൊത്തം മനസ്സിലായി, ഇനിയിപ്പോൾ പടം കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിലങ്ങനെയല്ല, ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. റൊമാൻസ് ആണെന്ന് കാണിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഫഫയുടെ പടമാണ്, നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അടുത്തത് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദു എന്ന് പറഞ്ഞ പയ്യനാണ്. നിങ്ങൾ ചിലപ്പോൾ മുറ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും. കിടിലം പടമാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കാരണം അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസും നല്ല പെർഫോമൻസും ഒക്കെ ഉള്ള പടമായിരുന്നു. പുള്ളി അതിൽ അഭിനയിച്ച് ഞാൻ വല്ലാണ്ട് ഞൂട്ടിയതായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ പുള്ളിയാണ് ലീഡ്. പിന്നെ ഇതിൽ നായികയായിട്ട് വരുന്നത് നമ്മുടെ പ്രീതി മുകുന്ദനാണ്. നിങ്ങളെല്ലാവരും കണ്ണപ്പ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടാവും, അതിൽ അഭിനയിച്ചിരിക്കുന്ന നായികയാണ്. പ്രീതി മുകുന്ദനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രീതി നല്ല കുട്ടിയാണ്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അർജു ഒക്കെ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഒരു തമിഴ് നടൻ റെഡിൻ കിങ്സ്ലി, നിങ്ങൾ മിക്ക സിനിമകളിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവും. അതേ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ചെറിയൊരു തമിഴ് ടച്ച് ഉണ്ട് ഈ പടത്തിന് കേട്ടോ. എന്തായാലും അത്യാവശ്യം എക്സ്പെക്ടേഷൻ ഉണ്ട് പടത്തിന്. പടം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമൻറ്റ് വരുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കമൻറ്റ് ഇങ്ങനെ ആയിരിക്കും, പ്രതി മുന്തനോടെ എനിക്ക് ക്രഷാണ്. ആ കമൻറ്റ് എന്തായാലും കേൾക്കും, ഉറപ്പാണ്. എന്തായാലും പടത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മലയാളത്തിൽ മാത്രമല്ല തമിഴ് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 5 വേറൊരു പടം ഇറങ്ങുന്നുണ്ട്, മദ്രാസി. നമ്മുടെ ശിവകാർത്തിനൊക്കെ അഭിനയിച്ച സിനിമ. നമ്മുടെ AR മുരുകദാസാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ പൊളി, ഒന്നും പറയാനില്ല. നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. എങ്ങാനും പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയാൽ ശിവകാർത്തികൻ്റെ അടുത്തൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും പടം. പിന്നെ ബോളിവുഡ് നിന്നാണെങ്കിൽ നമ്മുടെ മസിൽ അലിയൻ കം ഫൈറ്റർ കം ഡാൻസർ ആയിട്ടുള്ള ടൈഗർ ഷ്രോഫിൻ്റെ പടം ഇറങ്ങുന്നുണ്ട്, ബാഗി 4. ഇത്തവണ പുള്ളി ആരുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, നമുക്ക് എന്തായാലും നോക്കി കാണാം. എന്തായാലും ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ട്രീറ്റ് ആയിരിക്കും സിനിമ. അതേ ദിവസം തന്നെ ഹോളിവുഡിലൊരു പടം വരുന്നുണ്ട്, കോഞ്ചറിങ് 4. അതെല്ലാവരും മിസ്സാകരുത് ഞാൻ പറയുന്നത്. കാരണം ട്രെയിലറൊക്കെ അമ്മാതിരി ട്രെയിലറായിരുന്നു.
പിന്നെ ഹൊറർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് വാച്ച് ആണ്. പക്ഷേ ഈ ഒരു ഓണം വൈബായിരിക്കും. എന്നാലും നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സിനിമയാണെങ്കിൽ പോയി കാണുക. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത്രയും സിനിമ കാണണമെങ്കിൽ ക്യാഷ് വേണം. ക്യാഷില്ല. അപ്പോൾ ക്യാഷ് ആദ്യം ഉണ്ടാക്കണം. നിങ്ങൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് ഫാമിലിക്കായിട്ട് പോയി പടമൊക്കെ കണ്ട് എൻജോയ് ചെയ്യുക. ഓണമൊക്കെ അല്ലേ, അതൊക്കെ വല്ലപ്പോഴല്ലേ വരുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ